പറലിണ്ട. എന്ത് നീ ജെന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ഒന്നുമില്ല, തിരക്കായിരുന്നു. പാവ, അവൾ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു. നീ അവളെ തിരിച്ചു വിളിക്കാം. നീ ടൂറിന് വരുന്നില്ലേ? ഇല്ല. എന്താ വരാത്തെ? ഒരു മൂഡില്ലടി. നിനക്ക് എന്താ പറ്റിയാതി? ഞാൻ പലപ്പോഴേ കോളേജിൽ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നീ ടോട്ടലി ചേഞ്ച് ആയി. അത് നിനക്ക് തോന്നാണ് ലിൻഡ. ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. ഗുഡ് നൈറ്റാ? ഇവിടെ നോക്കി അവിടെ നോക്കിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് നോക്കണ്ട. ഇത് കണ്ട ഈ മുദ്ര സമയം കണ്ട, മുദ്ര കണ്ട, ഇങ്ങനെ നിൽക്കണം. അല്ലെ പിന്നെ എന്തിനാ നമ്മള് സ്റ്റെപ്പ് ഇട്ട ഫസ്റ്റ് പ്രൈസ് ഉറപ്പല്ലേ? ഇങ്ങോട്ട് വാ വാ എടി പെണ്ണെ, ഫ്രീക്ക് പെണ്ണെ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ കാര്യങ്ങളൊക്കെ നോക്കാം. അത് അവരുടെ ഡാൻസ് കൊണ്ടാ കളിച്ച് ശരിയാവും. വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാം കൂടി എന്റെ തലേക്ക് കിട്ടും. അപ്പൊ എല്ലാവർക്കും സമാധാനാവും. നമ്മുടെ പ്രാവശ്യം ലാസ്റ്റ് ഇയർ ആണ്. നമ്മുടെ പ്രോഗ്രാം തകർന്നു. ഞങ്ങളുടെ പ്രാക്ടീസിലാണ്. നീ പിന്നെ വിളിക്കേ. നിങ്ങൾ ആഘോഷിക്ക്. ഞാൻ ഇവിടെ വന്നിട്ടേ 1 മാസമായി. ഒരു വട്ടമെങ്കിലും ആദ്യം ഒന്ന് വിളിക്കാൻ തോന്നിയോ? നീ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ, അത് പോരെ. എന്ന് ഞാനിപ്പോ വിളിച്ചതേ ഈ വരുന്ന നവംബർ 22 എന്റെ നിക്കാഹ. എന്താ ആദ്യയുടെ തീരുമാനം? ഞാൻ എന്ത് പറയാനാ, അത് നിങ്ങൾ തീരുമാനിച്ചല്ലേ. എന്നാ ഞാനിന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജീവിക്കുകയാണെങ്കിൽ ആദ്യയുടെ കൂടെ, മരിക്കുകയാണെങ്കിലും. മോള് വേണ്ടാത്തൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഉമ്മയുണ്ട് കൂടെ. നിങ്ങൾ രണ്ടാളും എങ്ങോട്ടെങ്കിലും പോയിക്കോളി. അന്റെ വാപ്പയ്ക്ക് മുൻകോപത്തിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ആദ്യം കുറച്ച് ദേഷ്യം വരെങ്കിലും പിന്നെ അത് അങ്ങോട്ട് അടങ്ങിക്കോളും. എന്റെ വാപ്പ എന്നോട് ചെയ്ത പോലെ ഒന്നും അന്റെ വാപ്പ എന്നോട് ചെയ്യൂല. എനിക്ക് പേടിയാവും ഉമ്മി. അന്റെ വാപ്പ സമ്മതിച്ചിട്ട് ഈ പൂതി നടക്കുന്ന ഈ കരുതണ്ട. സ്നേഹത്തിന്റെ വില ശരിക്കറിയണ കൊണ്ട ഉമ്മ പറയണത്. അല്ല അളിയ, ഓർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനൊന്നുമില്ല, കാര്യങ്ങൾക്കൊന്നും ഒരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഒരു ആലോചന വന്നതന്നെ ഹയറാ. അതെ. വാപ്പി, കോളേജ് ഹോസ്റ്റലിൽ എന്റെ കുറച്ച് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. എനിക്കത് എടുക്കാൻ പോണം. വേണ്ട, നിക്കാഹിന് 15 ദിവസമല്ലേ ഉള്ളൂ. ഇനി ഇത് എടുക്കാൻ പോകണ്ട. അതല്ല വാപ്പി, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ കൂടി നിക്കാഹ് ക്ഷണിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ സിനാനെ കൂട്ടി പോയിക്കോ. കാണിക്കാവുന്നല്ലേ? ഞാൻ എന്തായാലും എത്താം. അതല്ല, ഇത് വേറൊരു കാര്യം പറയാനാ. എന്ത് കാര്യം ഇപ്പൊ കേൾക്കാൻ സമയം ചെന്നാ? നീ അവനോട് പറഞ്ഞേക്ക്, ഞാൻ കേട്ടോളാം. ആദ്യം ഒരു മിനിറ്റ് ഒന്ന് വാ. എന്താ എന്താ എനിക്ക് പറയാനുള്ളത്? നമുക്ക് എവിടേക്കെങ്കിലും പോവാ. ആദി, എങ്ങോട്ട്? ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുക. എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാ മതി. നീ വേഗം വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. എന്റെ വാപ്പി നിനക്ക് വലിയ റോൾ മോഡലൊക്കെ ആയിരുന്നല്ലോ. ആ നിക്കാ വേണ്ടെന്നാണോ നീ പറയണേ? എനിക്കൊന്നും അറിയില്ല, എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാ മതി. അതിന് ഞാൻ കൂടി സമ്മതിക്കണ്ടേ? ഒളിച്ചോടണമെന്നും ഞാനല്ല, വീട്ടുകാരെ ഉറപ്പിച്ചൊരു കല്യാണം നമുക്ക് വേണ്ട ചെന്ന. ഓ, ഇപ്പൊ അങ്ങനെയായോ? ഒഴിഞ്ഞു മാറി നടന്ന് എന്നെ വലിച്ചടിപ്പിച്ച് എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? പ്ലീസ് ആദി, നിന്റെ ഒപ്പമുള്ള ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. അതാ. നോക്ക് ചെന്ന, എന്നെ വെറുതെ വിട്ടേക്ക്. നിനക്ക് എന്താ എന്നെ ഇഷ്ടല്ലേ? എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യാൻ മാത്രക്ക് ഞാൻ എന്ത് തെറ്റാ ആദ്യം ചെയ്ത? ഇനി നീ ഒന്നും പറയണ്ട. നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കിഷ്ടമല്ല. ജന്ന, ജന്ന പോവല്ലേ? ഒരു മിനിറ്റ്.
നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ടാണോ? അതെ. എന്താ ജന്ന? സജീവൻ എന്താ? ആദ്യം എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞടാ. അവനോ? നീയൊക്കെ കൂടി അല്ലടാ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത്. നീ ഒന്നും പറയണ, എനിക്ക് അവനെ മറക്കാൻ പറ്റില്ലാന്ന്. 22-ന് എന്റെ നിക്കാഹാടാ. എടാ ഒന്നും പറയടാ അവനോട്. എനിക്ക് അവന്റെ കൂടെ ജീവിച്ചാൽ മതിയടാ, പ്ലീസ്. നീ അവിടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പറഞ്ഞോന്ന്? പറഞ്ഞു. അതിനെന്താ? എടാ അച്ഛനൊക്കെ തൃക്കാവടി വെഞ്ചാമരം വളരെ. നീ എന്തിനാണ് അവളോട് അങ്ങനെ പറഞ്ഞത്? അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നീ എന്തിനാ കാരണേ? നിന്റെ പേഴ്സണൽ കാര്യമോ? അപ്പൊ ഞാൻ നിന്റെ ആരാണ് ടാപ്രോളി? ഇനി ചങ്കാണ് ചങ്കെടുപ്പണം പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. ഇനി നീ ഞാൻ തമ്മിലൊരു ബന്ധമില്ല. എനിക്ക് എന്നെ കാണണം. ഞാൻ ജന്നയുടെ കസിനാണ്. എനിക്കറിയാം. നിങ്ങളെ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തതും ഓളെ ബാപ്പിനെറിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ്. ഞാനാടാ പറയണേ നീ ജന്നനെ കല്യാണം കഴിക്കണം. ഓളെ എന്നെ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടിക്കാലം തൊട്ട് ഞാൻ എൻ്റെ നെഞ്ചി കൊണ്ടുനടക്കുന്ന ഓളെ സങ്കടം എനിക്ക് കാണാൻ വയ്യാടാ. ഇതിൻ്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ് ഒന്ന് പോടർക്കാം.